ഹായ് എവരിവൺ, നമ്മുടെ കുക്കിംഗ് ആണ് ഇന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫും പുലാവാണ്. പുലാവ് ഓൾറെഡി ഞങ്ങളെല്ലാം സെറ്റാക്കി ഒരു ഫിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ ബീഫ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ബീഫ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങൾ അല്ലേ. ആ, ഇവളാണ് കട്ട് ചെയ്യുന്നത്, ഞാനാണെങ്കിൽ പിടിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടാണ്. ഇങ്ങനെ ഇതാണ് ബീഫിന്റെ എന്തൊരു നെയ്യ്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ബീഫ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആര്യ ബീഫ് കഴുകാൻ പോകുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് അപ്പോൾ ഞങ്ങൾ ബാക്കിയെല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ കഴുകി കഴിഞ്ഞ് വരുമ്പോൾ കാണിച്ചു തരാം. ആർക്കൊക്കെയാണ് ബീഫ് ഇഷ്ടം എന്നൊക്കെ പറയണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ കൊണ്ട് വന്നേക്കുവാണ് ബീഫ്. പിന്നെ ഓൾറെഡി ഇവള് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമായി. കുക്കറിലോട്ട് ഇത് നമ്മുടെ സിന്ധു ചേച്ചിയുടെ കുക്കറാണ്. നമ്മുടെ ഫ്രോസൺ ബീഫായിരുന്നു. അത് വെട്ടിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു, കാരണം ഫ്രീസറിൽ തന്നെ ആയിരുന്നു ഇരുന്നത്. അതുകൊണ്ട് ഞങ്ങളത് എടുത്ത് മാറ്റി വെക്കാൻ മറന്നുപോയി. നല്ല പാടാണ്. ഇപ്പം എത്ര കിലോ കാണും? 1.5 കിലോ കണ്ടുള്ളൂ. അപ്പൊ ഇതാണ് ബീഫ്. ഇതിനകത്തേക്ക് സവോള, പച്ചമുളക്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുളക് പൊടി ഇച്ചിരി ഏറെ ഇടാം. അത് വേണോ? വേണ്ട, തൊള്ളി മതി. ഇതാണ് ഭയങ്കര എരിവായിട്ട് വയറെല്ലാം ഭയങ്കര എരിവ്. അയ്യോ. മഞ്ഞപ്പൊടി, ഇത്ര മഞ്ഞപ്പൊടി. ഇപ്പൊ നിങ്ങൾക്ക് പാചകം അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ, ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ സോയിൽ നോക്കി പഠിക്കാൻ പറ്റും അല്ലേ? ഞങ്ങൾക്ക് അറിയത്തി ഇപ്പോഴും ഇല്ല. മസാല ആ വേണം. ഇത് മല്ലിപ്പൊടി. ഇതിന് മാത്രം സ്പൂൺ ഇട്ടാട്ടോ. ഇനി മീറ്റ് മസാല. വീട്ടിൽ മസാല കേട്ടോ. ഇത് നമുക്ക് വേറെ അത് ഞാൻ അടി പിടിക്കും. എടി അടി പിടിച്ചിങ്ങോട്ട് കൊണ്ടുപാടി. ആ, അത് മതി. ഗരം മസാല കണ്ട് ഞാൻ പെപ്പർ പൗഡറിനെ കൂട്ടല്ലേ. അത് ചേച്ചി ഒരു ഗരം മസാല ഉണ്ടെന്ന് നല്ല. അപ്പോ ഇതേ ഉള്ളൂ. ഇനി നമുക്ക് സ്പൈസസ് വേണമെങ്കിൽ ഇടാം. വേണമെങ്കിൽ ഒന്നെങ്കിൽ ഉപ്പ്, ഇനി ഒന്നെങ്കിൽ കൂടുതൽ കുറയും. ഇതാണ് ഇവിടുത്തെ ഉപ്പ് പിടിച്ചോണ്ടിരിക്കുന്ന. നമുക്ക് എല്ലാം കൂടെ ഇളക്കാം. അപ്പൊ നമ്മൾ ഫുള്ള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം അല്ലേ? കാരണം ഒത്തിരി കുക്ക് ചെയ്യണം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പുലാവും ബീഫും. ഞങ്ങളാണെങ്കിൽ മോർണിംഗിൽ ഫോട്ടോയും വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുലാവ്, ബീഫ്, കേട്, പിന്നെ അച്ചാറും ഉണ്ട്, പക്ഷെ ഇട്ടില്ലായിരുന്നു അച്ചാർ.